ചോദ്യം ചോദിക്കുന്ന സ്വന്തം നാട്ടിലെ പിള്ളേരെ വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്യാൻ താൻ ആരാണ്? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലിരുന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തോക്കെടുക്കാൻ പരസ്യമായി ആക്രോശിച്ച വലതുപക്ഷ നിരീക്ഷകൻ ടി മോഹൻദാസിനെതിരെ കേരളത്തിൽ ജനരോക്ഷം ആളിപ്പടരുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും അതിൽ പങ്കെടുത്ത പെൺകുട്ടികളെ അതീവ അശ്ലീലമായ ഭാഷയിൽ അധിക്ഷേപിക്കണമെന്നും പറഞ്ഞ മോഹൻദാസിന്റെ അഹങ്കാരത്തിന് നേരെ സാംസ്കാരിക കേരളം ഒന്നടങ്കം കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിദ്വേഷം മാത്രം ഛർദിക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് ചിന്താഗതികൾക്ക് നേരെ സൈബർ സെല്ലിന്റെ കടുത്ത പൂട്ടാണ് ഇപ്പോൾ വീഴാൻ പോകുന്നത്. വിവാദ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ടി മോഹൻദാസിനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് പ്രശസ്ത നടൻ വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത തരംഗമായി മാറിയിരിക്കുന്നത്. പിള്ളേരെ വെടിവെക്കാൻ വരുന്ന ഈ കിളവൻ ആരാണ് എന്ന രീതിയിൽ കടുത്ത പരിഹാസത്തോടെയും മാസ് വൈബിലുമുള്ള വിനായകന്റെ പ്രതികരണം നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. ഒരു ഭാഗത്ത് സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിൽ പോരാടുന്ന കുട്ടികളെ വെടിവെച്ചിടാൻ കോപ്പുകൂട്ടുന്ന സംഘപരിവാർ ബുദ്ധിജീവികൾക്ക് വിനായകനെ പോലെയുള്ള കലാകാരന്മാർ നൽകിയ ഈ തനി നാടൻ മറുപടി സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി മാറിക്കഴിഞ്ഞു. വിഷയം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായതോടെ താൻ പറഞ്ഞത് വെറും ഒരു സറ്റയർ മാത്രമാണെന്ന് കോമഡി ന്യായീകരണവുമായി ടി മോഹൻദാസ് വിയർക്കുന്നുണ്ടെങ്കിലും യുവജന സംഘടനകൾ വിടാൻ ഭാവമില്ല. പ്രകോപനത്തിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്തതിനും സ്ത്രീകളെ അപമാനിച്ചതിനും സൈബർ സെൽ IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ കടുത്ത പോലീസ് അന്വേഷണമാണ് ഇയാൾക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. RSS നേതൃത്വം വരെ ഇയാളെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് കൈവിട്ട സാഹചര്യത്തിൽ വിനായകന്റെ പോസ്റ്റും പോലീസ് കേസും കൂടി വന്നതോടെ ടി മോഹൻദാസിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. വലതുപക്ഷ നിരീക്ഷകരും BJP ഭൗതിക സെൽ മുൻ കൺവീനറുമായ ടി മോഹൻദാസ് തന്റെ പത്രിക എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ക്രൂരമായ ആഹ്വാനം നടത്തിയത്. ഡൽഹി ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ഇയാളുടെ പരസ്യമായ പ്രസ്താവന. ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾക്കായി പോരാടുന്ന കുട്ടികളെ കൊന്നൊടുക്കാൻ ആക്രോശിച്ച ഇയാളുടെ നിലപാട് ഫാസിസത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് തുറന്നുകാട്ടുന്നത്. ജന്തർ മന്ദറിലെ സമരത്തിന്റെ ചുമതല തനിക്കായിരുന്നെങ്കിൽ പ്രദേശം വളഞ്ഞ് കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നാണ് ടി മോഹൻദാസ് വീഡിയോയിൽ പറയുന്നത്. തുടർന്ന് 3 തവണ മുന്നറിയിപ്പ് നൽകിയ ശേഷം ജനക്കൂട്ടത്തിന് നേരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെപ്പ് നടത്തും. കുറച്ചുപേർ മരിക്കുമെന്നും കുറച്ചുപേർക്ക് പരിക്കേൽക്കുമെന്നും അതിനുശേഷം ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമെന്നും പറയുന്നതിലൂടെ ഇയാൾ നിയമവ്യവസ്ഥയെയും മനുഷ്യാവകാശങ്ങളെയും പൂർണ്ണമായും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തതിന് പുറമെ സമരത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ സെക്യുലർ ചിന്താഗതിയുള്ള വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും തികച്ചും വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ടി മോഹൻദാസ് മടിച്ചില്ല. പൊതുസമൂഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അതീവ അശ്ലീല ചുവയുള്ള വാക്കുകളാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനെന്ന് അവകാശപ്പെടുന്ന ഇയാൾ സ്ത്രീകളെ അപമാനിക്കാൻ ഉപയോഗിച്ചത്. ഇത് കേരളത്തിലെ സാംസ്കാരിക മേഖലകളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വിദ്വേഷ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ടി മോഹൻദാസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും പരിഹസിച്ചും പ്രശസ്ത നടൻ വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പിള്ളേരെ വെടിവെക്കാൻ വരുന്ന ഈ കിളവൻ ആരാണ് എന്ന രീതിയിൽ തനി നാടൻ ശൈലിയിലുള്ള വിനായകന്റെ മാസ് പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് തരംഗമായി മാറിയത്. സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിൽ പോരാടുന്ന കുട്ടികളെ വെടിവെച്ചിടാൻ കോപ്പുകൂട്ടുന്ന സംഘപരിവാർ ബുദ്ധിജീവികൾക്ക് വിനായകൻ നൽകിയ ഈ മറുപടി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വിനായകന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നു. വിദ്വേഷം മാത്രം ഛർദിക്കുന്ന ടി മോഹൻദാസിനെ പോലെയുള്ളവർക്ക് ഇതിലും മികച്ചൊരു മറുപടി നൽകാനാകില്ലെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടാൻ ആഹ്വാനം ചെയ്യുന്നവരുടെ കൃത്യമായ രാഷ്ട്രീയം തുറന്നുകാട്ടാൻ വിനായകന്റെ ഈ ഒറ്റ പോസ്റ്റിന് സാധിച്ചു എന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു. പ്രകോപനപരമായ പ്രസ്താവനയിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്തതിനും സ്ത്രീകളെ അപമാനിച്ചതിനും ടി മോഹൻദാസിനെതിരെ സൈബർ സെൽ
IGP പ്രകാശിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് കേരള സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്വേഷ പ്രഭാഷണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തി ഇയാൾക്കെതിരെ പൂട്ടാനൊരുങ്ങുന്നത്. TG മോഹൻദാസിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. SFI, AIYF, യൂത്ത് കോൺഗ്രസ്, PDP തുടങ്ങിയ സംഘടനകൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും DGPക്കും ഇയാൾക്കെതിരെ പരാതി നൽകി കഴിഞ്ഞു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയാൽ കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് സംഘടനകളുടെ മുന്നറിയിപ്പ്. വിഷയം വലിയ രീതിയിലുള്ള നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലായതോടെ താൻ പറഞ്ഞത് വെറും ഒരു സറ്റയർ മാത്രമാണെന്ന വിചിത്രമായ ന്യായീകരണവുമായി TG മോഹൻദാസ് രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ദീർഘമായ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ചിലർ ബോധപൂർവം തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നാണ് ഇയാളുടെ വാദം. എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടികളെ വെടിവെച്ചു കൊല്ലാൻ പറയുന്നത് എങ്ങനെയാണ് സറ്റയർ ആകുന്നത് എന്നാണ് പൊതുസമൂഹം തിരിച്ചു ചോദിക്കുന്നത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ ജനരോഷം ഉയർന്നതോടെ TG മോഹൻദാസിനെ പരസ്യമായി തള്ളി പറഞ്ഞ് RSS നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇയാൾ നിലവിൽ RSSന്റെ ഔദ്യോഗിക ഭാരവാഹിയല്ലെന്നും പ്രസ്താവനകൾ തികച്ചും വ്യക്തിപരമാണെന്നും വ്യക്തമാക്കിയ സംഘടന ഇതിലെ ശക്തമായി അപലപിച്ചു. ഇതോടെ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ രാഷ്ട്രീയമായി പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മോഹൻദാസ് ഇപ്പോൾ. ജനാധിപത്യപരമായ സമരം ചെയ്യാനും സ്വന്തം വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്നുണ്ട്. എന്നാൽ പരീക്ഷാ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടണമെന്ന് പറയുന്നതിലൂടെ ഭരണകൂടത്തിന്റെ വിനാശകരമായ ചിന്താഗതിയാണ് പുറത്തു വരുന്നത്. വിനായകന്റെ കടുത്ത പ്രതികരണവും സംസ്ഥാന വ്യാപകമായി ഉയരുന്ന പോലീസ് കേസുകളും TG മോഹൻദാസിനെ വരും ദിവസങ്ങളിൽ വലിയ നിയമക്കുരുക്കിലേക്കാണ് എത്തിക്കുകയെന്ന് ഉറപ്പാണ്. അവസാനം ഈ വിവാദം നമ്മോട് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ജനാധിപത്യം വെടിയുണ്ട കൊണ്ട് നിലനിർത്താൻ പറ്റുന്നതല്ല എന്നത്. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളെ അടിച്ചമർത്താൻ നോക്കിയവർക്ക് ആ ചോദ്യങ്ങൾ തന്നെ തിരിച്ചടിയായി. പിള്ളേരെ വെടിവെക്കാൻ വരുന്ന ഈ കിളവൻ ആരാണ് എന്ന വിനായകന്റെ ചോദ്യം ഒരു മാസ് ഡയലോഗ് മാത്രമായില്ല, ഒരു തലമുറയുടെ പ്രതിരോധമായി. ഭരണഘടന നൽകിയ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്നവരോട് ജനങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. TG മോഹൻദാസിന്റെ വാക്കുകൾ സംഘപരിവാർ ബുദ്ധിജീവിതത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചു. അധികാരത്തിന് കീഴ്പ്പെടാത്ത കലാകാരന്റെ ശബ്ദം എത്ര ശക്തമായാണെന്ന് ഈ സംഭവം വീണ്ടും തെളിയിച്ചു. സോഷ്യൽ മീഡിയ മുതൽ തെരുവ് വരെ, കോടതി മുതൽ ക്യാമ്പസ് വരെ ഈ വിഷയം ചർച്ചയായത് വെറുതെയല്ല. വിദ്യാർത്ഥികൾക്ക് നേരെ തോക്കു ചൂണ്ടിയവർ ഇന്ന് നിയമക്കുരുക്കിലാണ്. ഇത് ഒരു വ്യക്തിക്ക് നേരെയുള്ള കേസല്ല, ഒരു ചിന്താഗതിക്ക് നേരെയുള്ള തിരിച്ചടിയാണ്. പേനയും പുസ്തകവുമാണ് ഈ രാജ്യത്തിന്റെ ഭാവി, തോക്കും വെടിയുമല്ല. വിനായകന്റെ പ്രതികരണം കാണിക്കുന്നത് കലയ്ക്ക് രാഷ്ട്രീയത്തെ നേരിടാനുള്ള കരുത്തുണ്ട് എന്നാണ്. കിളവൻ എന്ന പരിഹാസത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അധികാരത്തോടുള്ള ജനങ്ങളുടെ അവജ്ഞയാണ്. ഇനിയും ആരെങ്കിലും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ ഈ മറുപടി അവൻ ഓർക്കണം. ജനാധിപത്യത്തിൽ വിയോജിപ്പ് കൊല്ലരുത്, കേൾക്കണം. മോഹൻദാസ് വാക്കുകൊണ്ട് വെടിവെച്ചപ്പോൾ വിനായകൻ വാക്കുകൊണ്ട് തന്നെ തിരിച്ചടിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ പോസ്റ്റിനെ ആഘോഷമാക്കിയത്. വരും ദിവസങ്ങളിൽ നിയമം അതിന്റെ വഴിക്ക് പോകും. പക്ഷേ ചരിത്രം ഇതിനെ ജനപക്ഷ വിജയമെന്ന് രേഖപ്പെടുത്തും. അവസാന വിജയം ആർക്കാണെന്ന് ചോദിച്ചാൽ തെരുവിലിറങ്ങിയ പിള്ളേർക്കും അവർക്കൊപ്പം നിന്ന കലാകാരന്മാർക്കുമാണ്. കാരണം ജനാധിപത്യത്തെ വെടിവെക്കാൻ നോക്കിയവരുടെ കയ്യിൽ നിന്ന് ജനങ്ങൾ തന്നെ ആ തോക്ക് തിരിച്ചു പിടിച്ചു എന്ന് തന്നെ വേണം പറയാൻ.